ആ ആ ഞാൻ ഇവിടെ എത്തി. ആ ഡോറ് ലോക്കാണെന്ന് തോന്നുന്നു. എന്താ മാമ? ആ തുറന്നു ദൈവമുണ്ടായിരുന്നു ഇവിടെ. ഇല്ല ഞാൻ കയറിക്കൊണ്ടിരിക്കാം. നോക്കട്ടെ. ഓടിപ്പോയത് മഞ്ഞ കളർ ഫയലല്ലേ? പപ്പ എന്തോ എടുക്കാൻ വിട്ടതാന്ന് തോന്നുന്നു. അളിയാന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. പപ്പ മാമ നല്ല കുപ്പിയും എടുക്കാൻ വന്നതാവും. ഈ കേറി വരുന്ന റൂമിലെ അലമാരിന്റെ പോലെ തന്നെ അല്ലേ? അയ്യോ ആ അലമാര അതിന്റെ മുകളിലാണ് മാമൻ തപ്പണത്. ഇത്ര പേടിക്കാൻ ചേച്ചിയുടെ എന്താ അതിന്റെ മുകളിലിരിക്കുന്നത്? നീ മറന്നോ? എടി എന്റെ ഒറിജിനൽ പരീക്ഷ പേപ്പർ. അയ്യോ ശരി അളിയാ, ഞാൻ വിളിക്കാം. എല്ലാം കണ്ടുപിടിച്ച് പണിപാടി. ഇതിപ്പോ എല്ലാ വിഷയത്തിനും മാർക്ക് കുറവാണല്ലോ ദേവു. ഈ പേപ്പർ കാണിച്ച ഉണ്ണിമോൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒപ്പിടാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. ഈ പേപ്പർ തന്നെ കാണിച്ചത്. അതെ, അമ്മ ഒപ്പിടുകയും ചെയ്തു. അല്ലെങ്കിൽ ദിയനോട് ചോദിച്ചോക്ക്. ആണോ ദിയ? ഒപ്പിട്ടു. പക്ഷേ എന്താ പറ. ഒപ്പിട്ടത് ഈ പേപ്പറിൽ നോക്കിയല്ല, പ്രോഗ്രസ് റിപ്പോർട്ടിൽ നോക്കിയ. ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്. എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? മാമന് വെറുതെ തോന്നണതാ. മാമൻ ഈ ഫയല് പപ്പിക്കൊണ്ട് കൊടുക്കണല്ലേ, അത് വേഗം എത്തിക്കാൻ നോക്ക്, സമയം കളയാതെ. അത് കൊടുത്തോളാം. കൂട്ടത്തിൽ ഈ പേപ്പർ കൂടി ഇത് കാണിച്ചേക്കാം. എന്തിന്? മാമന് വേറെ പണിയില്ലേ? ഇതും ഒരു പണിയാണല്ലോ. എൻ്റെ അനന്തരവത്തിലൊരു കാര്യം എനിക്കൊരു ബാധ്യതയല്ലേ. അതുകൊണ്ട് എന്തായാലും കാണിച്ചേക്കാം. മാമ പേപ്പർ കാണിക്കരുത് പ്ലീസ്. കാണിക്കണം. എന്നാലേ ഇതിനുള്ള രഹസ്യം എന്താണെന്ന് അറിയാൻ പറ്റൂ. ആ രഹസ്യം ഞാൻ പറഞ്ഞാൽ മതിയോ? അയ്യോ, ഇതെന്റെ SLC സർട്ടിഫിക്കറ്റ് ആണല്ലോ. എടി ഭയങ്കരികളെ, ഇങ്ങനെയൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്ന ഈ ബുദ്ധി? അത് നിക്കിന്റെ ഐഡിയ ആണ്. തോന്നി ഇവക്കെ ഇങ്ങനത്തെ കുരുട്ട് ബുദ്ധികളൊക്കെ കിട്ടും. ഞാനത് അളിയന് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാം. എന്നാലും ചേച്ചി സമ്മതിച്ചു. നീ ഇനി ഇത് ദയവ് ചെയ്ത് അമ്മേനോട് പറയരുത് പ്ലീസ്. പക്ഷേ വേണ്ട പറയണ്ട. എനിക്ക് മനസ്സിലായി. എനിക്കിനി എന്താ വേണ്ടതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിത്തരാം. വാങ്ങാനൊന്നും തരണ്ട, ചേച്ചിന്റെ കയ്യിലുള്ളത് തന്നാ മതി. എന്ത്? അങ്ങനെ അതും പോയി. പോയതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം ചേച്ചി, വിഷമിക്കണ്ട. എന്താ ചൂട്? അകത്തും നല്ല ചൂടാ, കണ്ടില്ലേ ദേവ് ചേച്ചി ഇരുന്ന് പുകയണത്. ആ പോച്ചിൽ എനിക്കുണ്ട്. ഞാനും ഒരാഴ്ചയായിട്ട് പോഞ്ഞോണ്ടിരിക്കുക. മാമൻ എന്തിനു പുകയണത്? എന്തിനാണെന്നോ, കോപ്പറേറ്റീവ് ബാങ്കിൽ നടത്ത കൃഷി ലോണിന്റെ കുടിശ്ശിക അടയ്ക്കാൻ പറഞ്ഞിട്ട് കത്തോന്നുണ്ട്. 24,500 രൂപ. അത് ഇതൊരടച്ച് തീർന്നില്ലേ? കുറെ കാലം ആയല്ലോ. ഇത് വേറെ ലോണാ, വാഴ കൃഷിക്ക് എടുത്തത്. വാഴക്കൊല്ല വെട്ടാറായിന്നല്ലേ പറഞ്ഞേ? അത് വെട്ടി വിറ്റിട്ട് അടക്കി.
അത് മൂപ്പാവുന്നേ ഉള്ളൂ. ഒരു മാസം കൂടെ എടുക്കും. ഉണ്ണിമോളാണെങ്കിൽ കുറച്ച് പഴയ പൈസ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ അവളോട് ചോദിക്കായിരുന്നു. ഇനി മാമൻ ക്യാഷ് അയച്ചാൽ അമ്മ ഇവിടുന്ന് ഓടിക്കുന്ന പറഞ്ഞേക്കണേ. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചോദിക്കാത്തത്. അതുകൊണ്ടേ എൻ്റെ പൊന്നുമോൾ എനിക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യണം. എടി ദേവു, ഇന്നെ ഞാനോ? ഞാനെന്ത് ചെയ്യാൻ? നീ ഒന്നും ചെയ്യണ്ട. നീ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു 25. അത് നടക്കൂല. 25,000 രൂപ പോയിട്ട് 250 രൂപ പോലും ഞാൻ ചോദിച്ച അമ്മ തരൂല. ചോദിക്കണ്ട. പിന്നെന്താ? അവൾ അറിയാതെ ഒന്ന് അടിച്ചു മാറ്റി തന്നാ മതി. അടിച്ചു മാറ്റാനോ? മോശമൊന്നും ഞാൻ ചെയ്യൂല. മോഷ്ടിക്കാനാര് പറഞ്ഞു? മോഷ്ടിക്കണ്ട. നീ ആരും അറിയാതെ 25,000 കൊടുക്കുക. ഈ മാസാവസാനം വാഴക്കൽ വെട്ടൽ കൊട്ടൻ നമ്മളാ പൈസ തിരിച്ചു കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അത് ശരി, ഇത് തന്നെ മോഷണം. മാമ അല്ലറ ചില്ലറ തരികിടൊക്കെ കാണിക്കുന്നല്ലാതെ ഇമാതിരി പണിയൊന്നും എനിക്കറിയില്ല. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയാവട്ടെ, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നീറിപ്പോയി നടന്നോളാം. അല്ലെങ്കിൽ ഞാനൊന്ന് ഒറ്റയ്ക്ക് നീറിപ്പോയണം. നിങ്ങൾ രണ്ടാളും കൂടി വാ. ഇതിപ്പോ എന്തിനടുത്ത്? ഉണ്ണിമോക്ക് എടുക്കാൻ. പാവന്റെ പെങ്ങൾ, അവളറിയട്ടെ മകളുടെ തനി കൊണം. ചേച്ചി പെട്ടല്ലോ. കൂട്ടുന്ന നീയും പെടും. മാമ ബ്ലാക്ക് മെയിലിംഗ് ആണല്ലേ? വേറെ നിവർത്തിയില്ലാത്തോണ്ടാ. അവരോടൊന്നും തോന്നല്ലോ മക്കളെ. മാമ ഞാൻ ഉറപ്പൊന്നും പറയൂല. ശ്രമിക്കണം, നടത്തും വേണം. അറിയാലോ, എൻ്റെ പെങ്ങളോട് ഇന്ന് വരെ ഞാനൊരു കാര്യം മറച്ചു വെച്ചിട്ടില്ല. എന്നാ ഞാൻ പോയി നാളെ വരാം. അപ്പത്തേന് നിങ്ങളൊരു തീരുമാനമാക്ക്. ഞാനെന്തു മണ്ടല്ലേ? ഇതിവിടെ വെച്ച് മറന്ന്, ഇതില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഭീഷണിപ്പെടുത്തും? ഇപ്പൊ എന്തായി? അമ്മേനോട് കള്ളത്തരം കാണിച്ചിട്ട് പണി കിട്ടിയില്ലേ? മാമൻ ആ പേപ്പർ കണ്ടുപിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. നമുക്കെന്നാ അമ്മ വരുമ്പോ ഉള്ള സത്യം തുറന്നു പറഞ്ഞാലോ? പറയാം, പക്ഷെ അതിനു മുന്നേ ഒരു ആംബുലൻസും ഹോസ്പിറ്റലിൽ ഒരു ബെഡും ബുക്ക് ചെയ്തിടണം. ബുക്ക് ചെയ്യാം. അതെന്തിന്? എന്തിനാണെന്നല്ലേ? അമ്മ തല്ലി കൈയും കാലും ഒടിച്ച് ചതയ്ക്കും. അന്ന് ആ പേപ്പർ കാണിച്ചായിരുന്നെങ്കിൽ 4 ചീത്ത കേട്ടാ മതിയായിരുന്നു. ഇതിപ്പോ അങ്ങനെയാണോ? കാണിച്ച തരികട പരിപാടിക്ക് എല്ലാം കൂടെ ചേർത്ത് കിട്ടും. അപ്പം മാമന് ക്യാഷ് കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും വരും. ഇനി ഒരു വഴിയുണ്ടെന്ന് തോന്നണില്ല. വല്ല വഴിയുണ്ടോ? വഴി നീ ഉണ്ടാക്കണം. നീ അല്ലേ ചേച്ചിന്റെ വഴി കാട്ടി? വഴി കാട്ടി അവസാനം കുഴി കൊണ്ട് ചാടിച്ചു. അവസാനം ഞാൻ ഇത് തന്നെ കേൾക്കുന്നത്. എനിക്കറിയായിരുന്നു. എന്തിനാണ് ചിരിക്കണേ? ഹേയ്, നിങ്ങളെ അമ്മ തല്ലണ കാര്യം ഓർത്തപ്പോ നീ ചിരിക്കൂടി, നീ ചിരിക്കും. ഒരു വഴിയുണ്ട്. വർക്കൗട്ട് ആവുമെന്ന് ഉറപ്പില്ല. ഒരു പട്ടും വേണ്ട, ആ വഴി തന്നെ പോവാ. എന്താ വഴി? മാമനിപ്പോ വീട്ടിലെത്തി കാണുമല്ലോ അല്ലേ? എന്താ നീ എന്താ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞേ? കാര്യണ്ട് മാമ, അകത്തേക്ക് വാ. എന്താ കാര്യം? മാമന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്താ അങ്ങനെ ചോദിക്കാൻ? അതോ, മാമന് ഇവിടുന്ന് പോയിട്ട് ചേച്ചി നിൽക്കുക എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പ്ലാൻ? ഈ പ്രശ്നത്തിന് രക്ഷപ്പെടാൻ വിക്കി ഉണ്ടാക്കിയ പ്ലാൻ. മാമനിപ്പോ വീട്ടിലെത്തി കാണുമല്ലോ അല്ലേ? എത്തിക്കാണും. എന്തേ? എന്നാ മൊബൈൽ എടുത്ത് നമ്മുടെ ഗുണ്ട ബാബുനെന്ന് വിളി. എന്തിന്? ഒരു കൊട്ടേഷൻ കൊടുക്കാൻ. മാമന്റെ കൈയും കാലും തല്ലി ഒടിച്ച് ആ എക്സാം പേപ്പർ തിരിച്ചു പിടിക്കാൻ. അത് വേണോ എനിക്ക്? ഒന്നുമില്ലേലും നമ്മുടെ മാമനല്ലേ. ആ വിചാരം അംഗീകരിക്കില്ലല്ലോ. അത് ശരിയാ. മാമനില്ലാത്ത സ്നേഹം എനിക്കെന്തിനാ? ഹലോ, സത്യമാണോ മോളെ? സത്യം. അന്ന് എനിക്ക് അടി കിട്ടിയപ്പോ അവരെന്നെ കളിയാക്കി. അന്നേ അവർക്കൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. അതാ അവര് പോയപ്പോ തന്നെ മാമനെ ഞാൻ വിളിച്ചത്. അവരെങ്ങോട്ടാ പോയത്? ഗുണ്ടബാബുവിന്റെ കൂടെ മാമന്റെ വീട്ടിക്ക്. എന്തിന്? അതറിയില്ല. ആ എക്സാം പേപ്പർ നശിപ്പിക്കാനായിരിക്കും. അതവർക്ക് കിട്ടിയത് തന്നെ. ആ വീട് മൊത്തം അരിച്ചു വെക്കിയാലും അവർക്കൊന്നും കിട്ടാൻ പോണില്ല. അതെന്താ? അതവിടെ ഇല്ലേ? ഇല്ല, ഞാനത് പുറത്ത്
കക്കൂസിനകത്താ വെച്ചത്. അത് പൊളിച്ചു മാമ. അല്ല മാമ, ഇനി അത് അവര് കണ്ടുപിടിച്ചാലോ? അപ്പൊ എന്ത് ചെയ്യും? എന്നാലും വഴിയുണ്ട്. ഞാനിത് ഉണ്ണിമോട് പറയും, അവൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് ചോദിക്കും. അപ്പൊ സത്യമെല്ലാം തിരിച്ചറിയല്ലോ. അത് ശരിയാ. എന്നാലും നമുക്കൊരു ബലത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്താലോ? എന്താ? ചേച്ചിയുടെ പ്രോഗ്രസ് കാർഡിന്റെ കോപ്പി കമ്പ്യൂട്ടറിൽ കിടക്കുന്നു. ഓക്കെ, പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാനാ? അതിന്റെ ഒരു പ്രിന്റ് എടുത്തിട്ട് അമ്മേനെ കാണിക്കാം. ആ, അത് കൊള്ളാം. അപ്പൊ ഡബിൾ തെളിവായി. എന്നാ ഞാൻ പോയി പ്രിന്റ് എടുത്ത് വീട്ടിൽ പോയി എക്സാം പേപ്പർ എടുത്ത് വൈകിട്ട് തന്നെ തിരിച്ചു വരാം. നാളത്തേക്ക് ഇനി വെക്കണ്ട. ഓക്കെ, പക്ഷെ ഗുണ്ടബാബു അവന്റെ കണ്ണിപ്പെടാതെ നോക്കിയാ പോരെ. വൈകുന്നേരം ഉണ്ണിമോള് വരുന്ന വരെ സൂക്ഷിച്ചാൽ മതിയല്ലോ. നീ വാ. ഇനി പറ, ചേട്ടൻ എന്താ പറയാനുള്ളത്? പറയാം. വേറൊന്നുമില്ല, ദേവുവിന്റെ കാര്യമാണ്. ദേവുവിന്റെ എന്ത് കാര്യം? അവൾക്ക് ഈ കഴിഞ്ഞ എക്സാമിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? അത്യാവശ്യം മാർക്കുണ്ട്. 70% മുകളിലുണ്ടായിരുന്നു ഇപ്രാവശ്യം. ഉണ്ട, കഷ്ടിച്ച് ജയിച്ചിട്ടേ ഉള്ളൂ. ചേട്ടനോട് ആര് പറഞ്ഞിരുന്നോണാ? അവൾക്ക് മാർക്കുണ്ട്. ഞാൻ കണ്ടതല്ലേ പ്രോഗ്രസ് റിപ്പോർട്ട്. ഉണ്ണി, നീ കണ്ടതെല്ലാം പോയി കാണപ്പോകരുത്. നിജം. അവളുടെ ഒറിജിനൽ റിപ്പോർട്ടാ നീ അന്ന് കണ്ടത് ഫേക്ക്. എടി ദേവു, ഇവിടെ വന്നേ. നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ PV സ്കൂളില്. എന്തേ? ഇത്രയും വലിയ സ്കൂളിൽ പഠിച്ചിട്ട് ഇത്രയും കുറഞ്ഞ മാർക്ക്. കഷ്ടം. അതെ, കഷ്ടം. അവളോടല്ല, ചേട്ടനോടാ. എന്നോടോ? എന്തിന്? ചേട്ടൻ ഇവരോട് ബാങ്കിൽ അടയ്ക്കാൻ 25,000 രൂപ അടിച്ചു മാറ്റാൻ പറഞ്ഞു അല്ലേ? ഞാനോ? ഇല്ലല്ലോ. അവർ തരില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിന് ചേട്ടൻ ഫേക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കി. ഫേക്കോ? പിന്നെ ഇത് ഏത് സ്കൂള്? പാവീസ് മോഡൽ സ്കൂള്. ഫേക്ക് ഉണ്ടാക്കുമ്പോ സ്പെല്ലിംഗ് എങ്കിലും നോക്കണ്ടേ ചേട്ടാ? വേറെയും തെളിവുണ്ട്. ദിയ, അതും കൊണ്ട് എടുത്തോണ്ട് വാ. ചേട്ടൻ കള്ള പ്രിന്റ് എടുക്കുന്നത് ദിയ വീഡിയോ എടുത്തതാ. എടീ, നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? Yes, of course. എന്നാ ഒറിജിനൽ തെളിവ് ഞാൻ തരാം. പരീക്ഷ പേപ്പറുകൾ ഇത് കണ്ടുപിടിക്കാൻ ഇവർക്ക് പറ്റിയില്ല. എന്നാ നോക്ക്, മോളുടെ പരീക്ഷ പേപ്പർ വിത്ത് സ്കൂൾ സീൽ. ഇതിനി ഫേക്ക് ആണെന്ന് പറയില്ലല്ലോ. ഒറിജിനൽ അല്ലേ? അതെ, വിശ്വാസമായല്ലോ. ആയി. എന്നാ ശിക്ഷ തുടങ്ങിക്കോ. എടുക്കു ചൂരൽ. പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ ചേട്ടാ. ഇനി എന്ത് കുഴപ്പം? ഇതിലെല്ലാം ഇവക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ. ഇതെങ്ങനെ? അതെന്താ? അതവിടെ ഇല്ലേ? ഇല്ല, ഞാനത് പുറത്ത് കക്കൂസിനകത്താ വെച്ചത്. എനിക്ക് സാധനം കക്കൂസിലുണ്ട്. എന്തിനാ മാമ ഞങ്ങളോട് ഇങ്ങനെ? നീ ഇത് വിശ്വസിക്കരുത്. ഇവര് മാർക്ക് തിരുത്തിയതാ. നീ വേണമെങ്കിൽ ക്ലാസ് ടീച്ചർ വിളിച്ചു ചോദിച്ചു. അതിന്റെ ആവശ്യമില്ല ചേട്ടാ. എനിക്ക് ഇവരെ വിശ്വാസാ. എനിക്കിപ്പോ വിശ്വാസമില്ലാത്ത ചേട്ടനാ. എടി ഞാൻ മിണ്ടരുത്. ചേട്ടൻ വീട്ടിൽ പോവാൻ നോക്ക്. അമ്മോ, ടാറ്റ. വീണ്ടും വരണേ ഈ വഴിയൊക്കെ.
ഹലോ ടീച്ചർ. ആ അതെ അതെ. ഓ അതിനെന്താ ടീച്ചർ, വരൂ സംസാരിക്കാം. ശരി ശരി ഓക്കെ. ആരമ്മ? ഏതോ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. വരുന്നുണ്ട്, പക്ഷെ ഗസ്റ്റ് അല്ല, ദേവുവിന്റെ ക്ലാസ് ടീച്ചറാ. ക്ലാസ് ടീച്ചറോ? ടീച്ചർ എന്തിനാ ഇങ്ങോട്ട് വരണേ? അറിയത്തില്ല, എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. വരുമ്പോ ചോദിക്കാലോ. ചേച്ചി, ഇതുവരെ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോകത് നിജം.